സിപിഐഎമ്മിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് നേതൃത്വം നോട്ടീസ് നൽകും. ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളിൽ വിശദീകരണം 3 ദിവസത്തിനകം നൽകണമെന്നാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. വിഷ്ണു, ഇത് തൃശൂരിലെ സിപിഐഎമ്മിനൊരു തലവേദനയായിരിക്കുകയാണല്ലോ. ഈ ഡിവൈഎഫ്ഐ നേതാവ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ ആധികാരികത സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നലെ വന്നതാണല്ലോ. ഇന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയുള്ള നോട്ടീസ് നൽകുകയാണല്ലോ അല്ലേ സിപിഐഎം നേതൃത്വം? ഉന്മേഷ്, ആധികാരിക സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതാവിന് സംശയങ്ങളുണ്ടെങ്കിലും നേതൃത്വത്തിന് അത്തരത്തിലുള്ള സംശയങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ പറയുന്ന പേരുകാരെല്ലാം തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. എം കെ കണ്ണൻ അടക്കമുള്ള ആളുകൾ രംഗത്തെത്തിയിരുന്നു. അടിസ്ഥാനരഹിതമായ വാദങ്ങൾ എന്നാണ് അവരുടെ ഭാഗത്ത് വന്ന പ്രതികരണം. ഇതിന് പിന്നാലെയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കും എന്ന് ഇന്നലെ വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് ശരത് പ്രസാദിന് നൽകും. 3 ദിവസത്തിനകം തന്നെ ഈ വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് എഴുതി നൽകാനാണ് നിർദ്ദേശം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. അത് സിപിഎമ്മിലെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളിലെ മൂലമാണ് അത് പൊതുസമൂഹത്തിലേക്ക് ഇപ്പോൾ എത്തിയത് എന്നുള്ളതാണ് സിപിഎമ്മിന്റെ ഔദ്യോഗിക നേതൃത്വം തന്നെ വിലയിരുത്തുന്നത്. പക്ഷെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന വെളിപ്പെടുത്തലല്ല. അത് ഗുരുതരമായ അഴിമതി സ്വഭാവം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അന്ന് ശരത് പ്രസാദ് പാർട്ടിയുടെ താഴെ ഘടകങ്ങളിൽ ഒരാളാണെങ്കിൽ ഇന്ന് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഓഡിയോ ക്ലിപ്പിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാം എന്നുള്ള തീരുമാനത്തിലേക്ക് സിപിഎം എത്തുകയും അടിയന്തരമായി തന്നെ ശരത് പ്രസാദിനോട് ഇപ്പോൾ ഈ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.